അത്യാധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ ചെലവഴിച്ചാണ് റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറ്റിയ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരിച്ചതിന്റെ ഭാഗമായി 3 AC വെയിറ്റിംഗ് ഹാളുകളാണ് സ്റ്റേഷനിൽ പുതുതായി ഒരുക്കിയിട്ടുള്ളത്. യാത്രക്കാർക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഡിജിറ്റൽ ഇൻഫോർമേഷൻ ബോർഡുകൾ, പണം ഇടപാടുകൾക്കായി ATM കൗണ്ടറുകൾ, കൂടുതൽ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നിവയും പുതിയ സംവിധാനങ്ങളുടെ ഭാഗമാണ്. യാത്രക്കാർക്ക് തണുത്ത ശുദ്ധജലം ലഭ്യമാക്കാനുള്ള പ്രത്യേക വാട്ടർ കൗണ്ടറുകളും ഇതിനോടൊപ്പം സ്ഥാപിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേക റാമ്പ് സൗകര്യങ്ങളും സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കടന്നുപോകുന്ന ചാലക്കുടി റെയിൽവേ സ്റ്റേഷനെ 5000-ലധികം യാത്രക്കാരാണ് ദിവസവും ആശ്രയിക്കുന്നത്. സ്റ്റേഷനിലെ ഈ പുത്തൻ വികസന കുതിപ്പ് ചാലക്കുടിയെ മധ്യ കേരളത്തിലെ ഒരു പ്രധാന യാത്രാകേന്ദ്രമാക്കി മാറ്റും. കൂടാതെ അതിരപ്പള്ളി അടക്കമുള്ള മേഖലയിലെ പ്രശസ്തമായ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഈ നവീകരണം ഏറെ സഹായകരമാകും. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനോടൊപ്പം കേരളത്തിലെ മറ്റ് 6 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. പാലക്കാട് ഡിവിഷന് കീഴിൽ തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ്, ഫറോക്ക്, തലശ്ശേരി സ്റ്റേഷനുകളും തിരുവനന്തപുരം ഡിവിഷനിൽ അങ്കമാലി സ്റ്റേഷനുമാണ് ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചിരിക്കുന്നത്.